ഹലോ, നമസ്കാരം. നമ്മുടെ ഒരാൾ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടേ. ആദ്യം നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോവാം. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഉണ്ടോ അതോ ഇല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അണ്ണനിപ്പോൾ എന്തോന്നു? സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മ ചേ ബാലണ്ണ, ഈ തറവാടും അമ്മയൊക്കെ വിളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ട്? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സന്ദീപിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ. RSS ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോഴും ആരുടെ നിയന്ത്രണത്തിലാണ്? ഇതൊക്കെ ചോദിക്കാൻ ബാലണ്ണൻ ആരടാ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം. ആ സംശയം തീർക്കാനായിട്ട് നമുക്ക് പോകാം വെള്ളരിക്കാപട്ടണം. ഈ കഴിഞ്ഞ നവംബർ 4-ാം തീയതി സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് വഴി ലോകത്തെ അറിയിച്ചത് 2 വർഷം മുമ്പേ എൻ്റെ അമ്മ മരണക്കിടക്കയിൽ കിടന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സംഘപരിവാർ പ്രവർത്തനത്തിന് വേണ്ടി RSS പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ്. ബാലണ്ണ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അവരുടെ സ്ഥലം അവരിഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. ബാലണ്ണ ഇപ്പം എന്താണ് അതിന് കുഴപ്പം? അങ്ങനെ ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്? അത് ചോദിക്കണം, കൃത്യമായിട്ട് ചോദിച്ചിരിക്കണം, നമുക്കറിയണ്ടേ. ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. ബാലണ്ണ, ഈ KSEB ഈ കറണ്ടിന് പൈസ അടയ്ക്കാത്തവരുടെ വീട്ടിൽ ചെന്ന് കറണ്ട് വിച്ഛേദിക്കും പോലെ പെട്ടെന്ന് അങ്ങനെ വിച്ഛേദിക്കാൻ പറ്റുമോ? സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ശരി, സംഘപരിവാറിൻ്റെ ആശയം തെറ്റാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. അല്ല പിന്നെ അങ്ങനെയുള്ള ഒരാളെ പച്ച കൈക്ക് കൊടുത്തുകൊണ്ട് എന്തോന്ന് കൈ? പച്ച കൈക്ക് കൊടുത്തുകൊണ്ട് പച്ച കൈ? അതെന്തോന്ന് കൈ? ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചതിൻ്റെ ഔചിത്യം എന്താണ്? ഔചിത്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? 3, കോൺഗ്രസിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ കയ്യും കാലുമാണോ പിടിക്കേണ്ടത്? എൻ്റെ ബാലണ്ണ, ഈ കോൺഗ്രസിലോട്ട് വന്ന ആള് മുസ്ലിം ലീഗിൻ്റെ കയ്യോ കാലോ പിടിച്ചോട്ട്, അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്ന് നിങ്ങളുടെ പാർട്ടിയിൽ വന്ന സരിൻ ആരുടെയെങ്കിലും കൊങ്ങയ്ക്ക് പിടിക്കുമോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരെ. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗും വ്യക്തമാക്കണം, കോൺഗ്രസും വ്യക്തമാക്കണം, സന്ദീപ് വാര്യരും വ്യക്തമാക്കണം. അത് വേണം, കൃത്യമായിട്ടും വേണം. അത് അണ്ണനെ ഫോണിലൂടെ വിളിച്ച് വ്യക്തമാക്കിയാൽ മതിയോ അതോ കത്തെഴുതിയാൽ മതിയോ? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിൻ്റെ ചതിയുടെ ഭാഗമാണ്. ശരിയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതൊരു വ്യക്തമായ ചതി തന്നെയാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അടുത്ത വർഷം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഇതിനൊരു പാഠ്യ വിഷയമാക്കി ചരിത്രത്തിൻ്റെ ഒരു മഹാസംഭവമാക്കി മാറ്റാം. RSSൽ നിന്നുകൊണ്ട് UDFന് വേണ്ടി പ്രവർത്തിക്കുക. മോശം. RSSൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കാണുക. മോശം, മഹാമോശം. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മോചിതനാണ്, ഇനി അത് ആവർത്തിക്കില്ല എന്നൊരക്ഷരം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ. എങ്ങനെ ബാലണ്ണ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മോചിതനാണ്, ഇനി അത് ആവർത്തിക്കില്ല എന്നൊരക്ഷരം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ. എന്തോന്ന് ബാലണ്ണ, ഇത്രയും വലിയൊരു വാക്ക് ഒരക്ഷരമായിട്ട് എങ്ങനെയാണ് പറയുന്നത്? ബാലണ്ണ എന്തോന്നത്? SDPI, RSS, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ നാറിയ രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബാലണ്ണൻ പറയുന്നത് കേട്ടല്ലോ. സംശുദ്ധമായ കൂട്ടുകെട്ടിനും നല്ല വ്യക്തികളുമായി കൈകൊടുക്കുന്നതിനും പിന്നെ RSS, സംഘപരിവാർ പോലുള്ള വർഗീയ പാർട്ടികൾക്ക് നമ്മുടെ വസ്തുവകകൾ അന്യാധീനപ്പെടുത്താതിരിക്കാനും കൃത്യമായിട്ട് എന്തുപദേശത്തിനും നമ്മുടെ ബാലണ്ണനെ സമീപിക്കാം.
അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വെള്ളരിക്കാപട്ടണം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.